നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിലമ്പൂർ പ്രചാരണാവേശത്തിലേക്ക് മുഖ്യമന്ത്രി മലപ്പുറത്തെ ഇകഴ്ത്തി അഭിമുഖം നൽകിയെന്ന ആരോപണം വീണ്ടും സജീവമാക്കി UDF. ആശാസമരത്തെ അവഗണിച്ചെന്നും വികസനം മുരടിച്ചെന്നും UDF. 9 വർഷം കൊണ്ട് 2000 കോടിയുടെ വികസനമുണ്ടായെന്ന് തിരിച്ചടിച്ച് LDF. വന്യജീവി ശല്യത്തിൽ കേന്ദ്രത്തെ പഴിച്ചും ഇടതു പ്രചാരണം. PV അൻവറിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. സാമൂഹിക ക്ഷേമ പെൻഷന്റെ പേരിലും നിലമ്പൂരിൽ ഭരണ പ്രതിപക്ഷ പോര്. ഉമ്മൻചാണ്ടി നടപ്പാക്കിയ പെൻഷൻ പിണറായി സർക്കാർ കൈക്കൂലിയാക്കി മാറ്റിയെന്ന് KC വേണുഗോപാൽ. സാധാരണക്കാരെ UDF വെല്ലുവിളിക്കുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. സിൽവർ ലൈനിന് പകരം E ശ്രീധരന്റെ മനസ്സിലുള്ള സെമി സ്പീഡ് പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടുമോ? E ശ്രീധരനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഓഫീസ്. ആശയവിനിമയം അശ്വിനി വൈഷ്ണവ് പിണറായി വിജയൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ദേശീയപാത തകരുന്നത് പതിവായതോടെ ഇന്ന് മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച. റോഡ് വികസനത്തിലെ തുടർ നടപടികളും ചർച്ച ചെയ്യും. കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിക്കൊപ്പം പൊതുമരാമത്ത് മന്ത്രി റിയാസും. കാസർഗോഡ് ദേശീയപാത കരാർ കമ്പനി നടത്തുന്നത് അനധികൃത മണ്ണെടുപ്പ്. 9 മീറ്റർ താഴ്ചയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തെളിവായി ഡിജിറ്റൽ സർവേ. ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് നടിയെ അപമാനിക്കാൻ, ലൈംഗികാധിക്ഷേപത്തിനും പിന്തുടർന്ന് ശല്യം ചെയ്തതിനും കുറ്റം ചുമത്തി. കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ. വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവന സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തീരുമാനം 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരമാവധി സംഭാവന സ്വീകരിക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശം. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. അറഫ സംഗമത്തിന് പോകാൻ ഹാജിമാർ മിനായിൽ ഒത്തുചേരും. അറഫ സംഗമം നാളെ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ഞായറാഴ്ച. റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു പൊൻതൂവൽ കൂടി. ആപ്പിളിനും മെറ്റയ്ക്കും പിന്നാലെ ആഗോളതലത്തിൽ മൂല്യമേറിയ ടെക് കമ്പനിയായി തെരഞ്ഞെടുത്തു. പട്ടികയിലെ ഏക ഇന്ത്യൻ കമ്പനിയും റിലയൻസ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തലങ്ങും വിലങ്ങും കനത്ത പ്രഹരം നൽകിയെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. 8 സ്ഥലങ്ങളിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ സൈനിക രഹസ്യരേഖയിൽ. 18 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് IPL കപ്പടിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് 6 റൺസിന്. വിരാട് കോഹ്ലിക്ക് അഭിമാന നിമിഷം. കാസർകോട്ടെ ദേശീയപാതയിലെ അപാകതയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് കാസർഗോഡ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിപ്പിച്ചു. അപകട ഭീഷണിയെ തുടർന്നാണ് നടപടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശം അപകടാവസ്ഥയിലാണ്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ കാസർഗോഡ് മേഖലയിൽ പല സ്ഥലത്തിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമാനമായ മറ്റൊരു വിഷയമാണ് ഈ മേൽപ്പറമ്പയിൽ നിന്ന് വരുന്നത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിൽ ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്താണ്. നമുക്ക് ആര്യ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതൊരു ദേശീയപാതയോരത്തുള്ള ഒരു ദൃശ്യമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായ ഒരു പ്രദേശമാണ് ഇതിപ്പോൾ നിരവധി വാഹനങ്ങൾ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. വലിയ മൺകൂന ഇവിടെ രൂപപ്പെട്ടതും കാണാം. ഇതിന് സമീപത്തായാണ് ഇപ്പോൾ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഇത് കഴിഞ്ഞ ദിവസം വരെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാകുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെ
ഒരു അപകടാവസ്ഥ എന്ന് വെച്ചാൽ ഈ വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ റോഡ് വളരെ താഴ്ചയിലാണ് റോഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുന്നു ഇവിടെ. ആ കുന്നിന് മുകളിലായി ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നതോടുകൂടി പോലീസ് സ്റ്റേഷൻ തന്നെ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ചട്ടഞ്ചാലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അറിയിപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. അത്രത്തോളം അപകടാവസ്ഥയാണ്. ഒരു പോലീസ് സ്റ്റേഷൻ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം, ഈ സ്ഥലം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് ഒന്നുകൂടി ഈ ദൃശ്യങ്ങളിലേക്ക്, ഈ ദേശീയപാതയിലെ ഇത് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ കൃത്യമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് നമുക്ക് കാണാം. ബസ് ഉൾപ്പെടെ ഇതിന് തൊട്ടടുത്താണ് ചട്ടഞ്ചാൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ദേശീയപാതയാണ്. ദേശീയപാത പ്രധാന പാതയാണിത്. ഇതിൽ മണ്ണ് രൂപപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് മണ്ണുകൾ ഇവിടെ ഇടിഞ്ഞു വീഴാൻ പാകത്തിലുണ്ട്. അതോടൊപ്പം മലവെള്ളം മുകളിൽ നിന്നും ഇങ്ങനെ ഒലിച്ച് ഈ ദേശീയപാതയിലേക്ക് വരികയാണ്. ഇവിടെയാണ് വലിയ ഗർത്തം രൂപപ്പെട്ട സ്ഥലം. ഒപ്പം ഇവിടെ വിള്ളൽ നേരത്തെ ഉണ്ടായി. അതുമാത്രമല്ല മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതും ഇതേ സ്ഥലത്താണ്. ഇത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന രണ്ടാം റീച്ചാണ്. കാസർഗോഡ് ജില്ലയിലെ രണ്ടാം റീച്ചാണ്. അതായത് ചെർക്കള മുതൽ തളിപ്പറമ്പ് വരെയാണ് മേഘ കൺസ്ട്രക്ഷന്റെ രണ്ടാം റീച്ച് ഉള്ളത്. ആ ഒരു പ്രദേശത്തിന്റെ തുടക്കം ഇവിടെയാണ്. വലിയ തോതിൽ ഒരു കുന്ന് ഇടിച്ച് അത്രത്തോളം അപകടാവസ്ഥയിലാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നിട്ടുള്ളത്. അതിന് സമീപത്താണ് ഈ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഈ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇവിടെ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടമൊക്കെ മാറുമ്പോൾ വലിയ ഉദ്ഘാടനമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വലിയ തോതിലൊരു അപകടാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പോലീസ് സ്റ്റേഷൻ മാറുന്ന സ്ഥിതി. പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ കാണാമാരിയ അത് വലിയ അപകടാവസ്ഥയിലായിരുന്നു. ഇത് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്ത, ഒരുപാട് കേസുകളുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ മേൽപ്പറമ്പ എന്ന് പറയുന്നത്. നേരത്തെ ബേക്കലിന്റെ കീഴിലായിരുന്നു. പക്ഷേ കേസുകൾ കൂടുതൽ വന്നതോടുകൂടി പുതിയ പോലീസ് സ്റ്റേഷൻ മേൽപ്പറമ്പില് നിയമിക്കുകയായിരുന്നു. ആ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം. ബഹുനില കെട്ടിടം അടക്കം ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണോ? ആ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അത് അധികകാലമൊന്നും ആയിട്ടില്ല നിർമ്മിച്ചിട്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയൊരു കെട്ടിടത്തിൽ നിന്ന് പൂർണ്ണമായും ഈ പോലീസ് സ്റ്റേഷൻ മാറ്റേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവിടെയും വലിയ ധനനഷ്ടം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇനി ഒരിക്കലും ഇവിടേക്ക് ഈ പോലീസ് സ്റ്റേഷന് തിരികെ എത്തി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ല എന്നതാണോ അവസ്ഥ? ആര്യ, ഇനി ഈ പോലീസ് സ്റ്റേഷൻ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ. ആര്യ, ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഈ അപകടാവസ്ഥയുടെ ദൃശ്യം നമുക്ക് നേർചിത്രം ഇപ്പോൾ കാണാം. ഇതാണ് ഇപ്പോൾ ഈ ദേശീയപാതയിലെ ഒരു അവസ്ഥ. എത്രത്തോളം അപകടകരമാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ കാട്ടിത്തരും. ആര്യ, നമുക്ക് കാണാം ബസ്, അതായത് കുട്ടികളെയും കൊണ്ടുള്ള ഒരു ബസ്സാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് സമീപത്തായി മണ്ണിടിഞ്ഞ് വീണതൊക്കെ നമുക്ക് കാണാം. ഈ മണ്ണ് ഒരു മഴ വന്നാൽ ഏത് സമയത്തും ഈ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്നൊരവസ്ഥയാണ്. ഇതിപ്പോ 6 വരി ദേശീയപാതയാണ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഭാഗം മുഴുവൻ മണ്ണ് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇവിടെ മുകളിൽ മല ഇടിച്ച് വലിയ താഴ്ചയിലാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത്, ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിത് ദൃശ്യങ്ങളിൽ ഇതിന്റെ ഭീകരത കാണാം. ഇതിന് തൊട്ടടുത്ത് ഇതൊരു കുന്നായി രൂപപ്പെട്ടിരിക്കുന്നു. ഈ പോലീസ് സ്റ്റേഷൻ സാധാരണ ഒരു സ്ഥലത്തുണ്ട്. ഇതാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം ഇത്രത്തോളം താഴ്ചയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏത് സമയത്തും ഈ കെട്ടിടം ഉൾപ്പെടെ താഴേക്ക് പതിക്കും എന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് വലിയൊരു അപകടക്കെണിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ്. മൺസൂൺ ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ശക്തമായ മഴയും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ നിൽക്കെ എന്ത് ധൈര്യത്തിൽ ആ റോഡിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ്. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലേ? ഈ സ്ഥലത്തേക്കെത്തി ഈ സാഹചര്യം മനസ്സിലാക്കി വേണ്ട വിധത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നില്ലേ അവിടെ? ആര്യ, അധികൃതർ ആകെ ചെയ്യുന്നത് കനത്ത മഴ വരുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഏതെങ്കിലും കാരണവശാൽ ചെറിയൊരു മഴ വന്നാൽ
ഈ കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് വീഴും. അപ്പോൾ തന്നെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. അത് ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇത് ഇനി എത്ര ദിവസം ഇത് വേണ്ടിവരും ഈ റോഡിന്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് എത്താൻ. അതല്ല, ഈ അപകടാവസ്ഥ ഒഴിവാക്കി ഇതിലെ ഇനി എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? ഇതിന് കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ കുന്ന് ഇടിഞ്ഞു വീഴാൻ പാകത്തിലുണ്ട്. നിരവധി വീടുകളുണ്ട് ഈ പ്രദേശത്ത്. ആ വീടുകളെല്ലാം അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന്റെ താഴ്ഭാഗത്ത് ഈ റോഡിടിച്ച് പൂർണ്ണമായും റോഡിടിച്ചതിന് ശേഷമാണ് ആ നിർമ്മിതി നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സ്കൂൾ ബസ് രാവിലെ നിരവധി സ്കൂൾ ബസ്സുകളാണ് ഇപ്പോൾ ഈ മൺകൂന ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള മൺകൂനയുടെ ഇടയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. കൃത്യമായി നമുക്ക് കാണാം ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ ഇതിന്റെ അപകടാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന്. ആകെ ഒരു മഴ ആരംഭം ഉണ്ടായതേ ഉള്ളൂ. ഇനി മഴ ശക്തി പ്രാപിക്കാനുണ്ട്. ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക? അതൊക്കെ വലിയ അപകടാവസ്ഥ. മാത്രമല്ല, യാത്ര ഒരു പക്ഷേ ഇതിലൂടെ നിരോധിക്കാൻ പറ്റും. മറ്റൊരു വഴി തിരിച്ചുവിടാൻ പറ്റും. ഇവിടെ താമസിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും അതെ, അത് ബൈജു സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈജു, ഇപ്പോൾ ഒരു പോലീസ് കെട്ടിടമായതുകൊണ്ട്, സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അപകടാവസ്ഥയിലായപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് മറ്റൊരു ഇടത്തേക്ക് മാറാൻ കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. അവരുടെ ഭൂമിയും അവരുടെ സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് അവരെവിടേക്ക് പോകും? ഈ അവസ്ഥയിൽ അവർക്ക് ആര് തുണയാകും എന്നത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായും നൂറുകണക്കിന് വീടുകൾ ഈ പരിസരത്തുണ്ട്. അവരെല്ലാം ആശങ്കയിലാണ്. ഇത് ഈ ദേശീയപാതയിൽ ഈ അപകടാവസ്ഥ ഉള്ള ഈ പ്രദേശത്തിന്റെ തുടക്കമുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആണ് നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടാവസ്ഥ, വലിയ കുന്നുകൾ അപ്പാടെ ഇടിച്ച് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ നിർമ്മിതിയൊക്കെ നടന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണാം. ഈ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. അതിന്റെ അപകടാവസ്ഥ, അതായത് ഇതൊരു കുന്നായി രൂപപ്പെട്ടിരിക്കുന്നു. ഒരു നിരപ്പ് പിടിച്ച ഒരു സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ വലിയ ഉയരത്തിൽ ഒരു കുന്നിന് മുകളിലുള്ള ഒരു പോലീസ് സ്റ്റേഷനായി മാറുകയും അങ്ങനെ അപകടാവസ്ഥയിൽ ഇതിന്റെ ബോർഡൊക്കെ നമുക്ക് കാണാം. താഴെ നിലത്ത് ഊരി മാറ്റിയ നിലയിൽ ഈ പോലീസ് സ്റ്റേഷന്റെ ബോർഡൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. ഇവിടെയുള്ള പോലീസുകാരെല്ലാം തന്നെ ഇവിടെ നിന്നും മറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് പോയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ പോയതല്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ആളുകൾ പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ജനങ്ങൾ അവർ എന്ത് ചെയ്യുമെന്നതാണ്. അവരുടെ വീടുകൾ, അവരുടെ സ്വത്തുവകകൾ, വർഷങ്ങളായി താമസിക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടം എന്തായാലും അപകടാവസ്ഥയിലാണ്. ഇതിന് തൊട്ട് താഴെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ മുൻവശം. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തിൽ കൃത്യമായി നമുക്ക് കാണാം വലിയ തോതിൽ വെള്ളം. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ വലിയ തോതിൽ ഇവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നാണ് നാട്ടുകാർ തന്നെ നമ്മളെ അറിയിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം വെള്ളം ഇപ്പോഴും ഒഴുകി പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മഴയില്ല, എന്നിട്ടും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നല്ല ശക്തമായ ഒരു മഴ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സാഹചര്യമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായ ഈ ദൃശ്യം, ഇത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് താഴെയായി കാണുന്ന ദൃശ്യമാണ്. ഇതിന്റെ മുകളിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇവിടുന്ന് ഓടയിൽ നിന്നും ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഈ ദേശീയപാതയിലേക്കാണ് ഇത് മുഴുവൻ വെള്ളവും പോകുന്നത്. അത് ശക്തമായ മഴ വന്നാൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുന്നു. മാത്രമല്ല അപകടാവസ്ഥ വരുന്നു. ഇത് താഴെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്കാണ് ഈ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങുന്നതും. എന്തായാലും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ കുന്നൊക്കെ ചെറിയൊരു മഴ വന്നാൽ ഈ റോഡിലേക്ക് പതിക്കുമെന്ന ഒരു അവസ്ഥയിലാണുള്ളത്. താഴെ അതിഭീകരമായ ഒരു സാഹചര്യമാണ് താഴ്ഭാഗത്തുള്ളത്. എന്തായാലും ഇപ്പോഴും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എടുത്ത് പോകുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഏതായാലും അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് അത്തരത്തിൽ മാറാൻ പറ്റും. പക്ഷെ അപ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ അവർ എങ്ങോട്ട് മാറും എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ അപകടാവസ്ഥ ഇവിടെയുണ്ട്. ഇതിലെ കൂടി പോകുന്ന വാഹനങ്ങൾക്കെല്ലാം വലിയ അപകടാവസ്ഥയുണ്ട്. ഈ കുന്ന് കാണാം, നമുക്ക് കൃത്യമായി കാണാം. താഴെ ബസ്സുകൾ പോകുന്ന ഒരവസ്ഥ. ഇത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇതിന് താഴോട്ട് നമ്മൾ ഇറങ്ങിയാൽ ഇത് ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ അപകടാവസ്ഥ ഇവിടെ ഇപ്പോഴും ഉണ്ട്.
പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ ഇവിടെ നിന്നും അവരുടെ സാധനങ്ങളും മറ്റുമായി ഈ പോലീസ് സ്റ്റേഷൻ മൊത്തമായി പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് എന്നേക്കുമായി അതെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ അത് കൃത്യമായി ഇടപെട്ടു. അവരെ ഈ അപകടക്കെണിയിൽ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പക്ഷേ അവിടെ ഇപ്പോഴും തുടരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. അവരുടെ ജീവൻ പണയം വെച്ചാണ് അവിടെ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ തക്ക വിധത്തിലാണ് ആ റോഡ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്തരത്തിൽ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ റോഡ് നിർമ്മാണം ഡിസൈൻ ചെയ്താൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഈ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നതേ ഉള്ളൂ. ബൈജു, ഇതിപ്പോൾ ഒരു റീച്ചിലെ കാര്യം മാത്രമാണ് ഇങ്ങനെ. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ പലതരത്തിലുള്ള അപകടക്കെണികളെക്കുറിച്ചും ബൈജു തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ മേഘ കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു വലിയ വീഴ്ചയുടെ വാർത്തയും കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമായും വലിയ അപകടക്കെണിയായി മാറിയിരിക്കുന്നത് കാസർകോട്ടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഈ ദേശീയപാത കടന്നു പോകുന്നതിൽ? ആര്യ, ചെറുവത്തൂർ ബട്ട്ലായിക്കുന്ന്, വീരമലക്കുന്ന്, അതുപോലെ തന്നെ ഈ ചെർക്കള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലുള്ളത്. ഇത് ഇനി എത്ര ദിവസം എടുക്കും ഇതിൽ ഈ ഒരു അപകടാവസ്ഥ മാറ്റിയെടുക്കാൻ? അതല്ല, ഈ അപകടാവസ്ഥ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചാലിങ്കാലിൽ അനധികൃതമായി വലിയ തോതിൽ മണലെടുപ്പ് നടന്നതിനെ തുടർന്ന് ഒരു തടാകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് നിന്നും മണലെടുക്കുന്നത് ഒരു തരത്തിലും അറിഞ്ഞിരുന്നില്ല. ആ മണ്ണ് ഫുള്ള്, ആ ഭാഗത്തുള്ള മണ്ണെടുത്ത് അവിടെ വലിയ തോതിൽ 9 മീറ്ററിലധികം താഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. അതായത് ദേശീയ പാതയിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം മാറിയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഏത് സമയത്തും പൊട്ടി അത് താഴേക്ക് ദേശീയപാതയിലേക്ക് പതിക്കാൻ എന്ന സാഹചര്യത്തിലാണുള്ളത്. ഏതായാലും ആ വിഷയത്തിൽ ന്യൂസ് 18 വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെ, റവന്യൂ ഉൾപ്പെടെ, ജിയോളജി സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തുകയും ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയോട് 3 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം കൃത്യമായി പരിശോധന നടത്തി വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ മണലെടുപ്പ് നടന്നതെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ജില്ലാ കലക്ടറുടെ ഒരു ഈ കാര്യത്തിലുള്ള നടപടിയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അവർ ഏത് തരത്തിലുള്ള നടപടിയാണ് ഇനി ജില്ലാ കലക്ടർ ഈ കാര്യത്തിൽ എടുക്കുന്നതെന്ന് അറിയണം. കാരണം കഴിഞ്ഞ ദിവസം മട്ട്ലായിക്കുന്നിലുണ്ടായ ഈ റോഡ് കുന്നിടിഞ്ഞതിനെ തുടർന്ന് റോയൽറ്റി ഇനത്തിൽ 5 ഇരട്ടി പിഴ, അതായത് 1,15,00,000 രൂപയാണ് അവിടെ ഈടാക്കിയിരുന്നത്. അതിലും വലിയ ഒരു അപകടാവസ്ഥയാണ് ഈ ചാലിങ്കാലിലുള്ളത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് രാവിലെ ഒരു വലിയ ഗർത്തം, അതായത് ഈ വെള്ളമൊക്കെ കൃത്യമായി ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അപകടമാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വലിയ ഗർത്തം അവിടെ രൂപപ്പെടുകയും പിന്നീട് അത് ഗർത്തം ഇവർ പലപ്പോഴും ഇത്തരത്തിൽ വിള്ളലുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. മറ്റേത് പലതും ഇവർ ആ സമയത്ത് തന്നെ സിമെന്റോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ ഉപയോഗിച്ച് അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവർ അതിൽ ആ ഒരു താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു റോഡിന് വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പക്ഷേ നമ്മളത് നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും ഈ സിമെന്റ് ഇട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും. അതോടൊപ്പം അതിന് മുകളിൽ ചാക്കും വിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിള്ളൽ കാണുമ്പോൾ ഇവർ ചെയ്യുന്നതാകിയതാണ്. പ്രത്യേകിച്ച് ഈ മണ്ണ് നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഇതൊരു കുന്ന് ഇടിച്ച മണ്ണാണ്. ഈ മണ്ണിന്റെ ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്താതെ സാധാരണ രണ്ട് സൈഡിലും സിമെന്റ് വാള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് അവിടെ ഈ മണ്ണ് താൽക്കാലികമായി ഇങ്ങനെ നിക്ഷേപിച്ചാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴ വരുമ്പോൾ ഈ മണ്ണ് താഴോട്ട് ഇരുന്നാണ് ഇത്തരത്തിൽ ഒരു അപകടാവസ്ഥ ഉണ്ടായത്. ഏതായാലും ഇത് ഇപ്പോൾ ദേശീയപാത അതിർത്തിയുടെ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇനി ഈ മണ്ണ് ഇടിഞ്ഞ് ഇപ്പോൾ റോഡിലേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഗതാഗതം ഈ മേഖലയിൽ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒരിക്കൽ കൂടി കാണാം. ഇത്രയും അടുത്താണ് ഈ കുന്നിൻ മുകളിൽ ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ ഇത്രയും അടുത്തായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവരുടെ ആളുകളാണ്. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തുള്ള മണ്ണ് ഇത്രയും മണ്ണ് ഇതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഴ വരും ദിവസങ്ങളിൽ ഇനിയും ശക്തമായ മഴയുണ്ടാകും. ആ സമയങ്ങളിൽ ഇനി എന്ത് അപകടം ഉണ്ടാകുമെന്നതാണ് വലിയ ആശങ്കയോടെ കാണുന്നത്. എന്തായാലും ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് അധികൃതർ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടായിട്ട് അപലപിച്ചിട്ടോ തക്കതായ നടപടി ഇനി
നൽകാമെന്ന് എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടോ ഒരു കാര്യവുമില്ല. ഏറ്റവും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ മേൽപ്പറമ്പ ഭാഗം ഉള്ളത്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പോലും മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സ്കൂൾ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ സജീവമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഗതാഗതമെങ്കിലും താൽക്കാലികമായി ഒന്ന് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ ഘട്ടമാണിത്. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ആ അപകടം തടയിടാൻ വേണ്ട മുൻകരുതലുകൾ അധികൃതർ എടുക്കണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ചാലിങ്കാലിൽ കരാർ കമ്പനി മണ്ണെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് അനധികൃത മണ്ണെടുപ്പെന്ന് കണ്ടെത്തി. പ്രദേശത്ത് 9 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടുണ്ടെന്നും വ്യക്തമായി. സർവേ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കരാർ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ കരാർ കമ്പനി മണ്ണെടുപ്പ് നടത്തിയ പെരിയ ചാലിങ്കാലിൽ താലൂക്ക് സർവേയർ അജന്തകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡിജിറ്റൽ സർവേയിൽ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് 9 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടുണ്ടെന്ന് വ്യക്തമായി. വെള്ളക്കെട്ടിന് മുകളിൽ 9 മീറ്റർ ആഴം കണ്ടെത്തിയതിനാൽ ഇവിടെ മണ്ണെടുത്തുണ്ടായ ആഴത്തിന്റെ അളവ് ഇതിലും കൂടുതലായിരിക്കും എന്നാണ് സർവേ സംഘത്തിന്റെ നിഗമനം. തടാകത്തിന് സമാനമായ രീതിയിൽ വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജനങ്ങളുടെ കണ്ണുവെട്ടിച്ചുള്ള മണ്ണുകൊള്ളയുടെ വിവരം പുറത്തുവരുന്നത്. സർവേ സംഘം നൽകുന്ന റിപ്പോർട്ട് ഹോസ്ദുർഗ് തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും. ഇതേസമയം ഇവിടെ പരിശോധന നടത്തിയ ജിയോളജി വകുപ്പ് 3 ദിവസത്തിനകം വിശദീകരണം ആവശ്യപ്പെട്ട് കരാർ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ചയിലുണ്ടാകും. VR കാർത്തിക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കാസർഗോഡ് ജില്ലയിലെ മാത്രം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് ഒരുപാട് മേഖലകളിൽ ദേശീയപാത ഇത്തരത്തിൽ അപകടക്കെണിയായി നിൽക്കുന്നുണ്ട്. ഈ വസ്തുതകൾ തന്നെയല്ലേ ആദ്യം കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി ധരിപ്പിക്കുക? എങ്ങനെയാണ് ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്? സ്വാഭാവികമായും ഈ വിഷയങ്ങൾ തന്നെയാകും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കാസർഗോഡ്, അതോടൊപ്പം തന്നെ കണ്ണൂരിലും മലപ്പുറത്തുമൊക്കെ കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായ സംഭവവികാസങ്ങൾ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും മുഖ്യമായും ചർച്ചയാവുക. അതിൽ ഏറ്റവും പ്രധാനം പല സ്ട്രെച്ചുകളിലും ഇനിയും നിർമ്മാണ പുരോഗതി മന്ദഗതിയിലാണ് എന്നൊരു അഭിപ്രായം സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ സ്ട്രെച്ചുകളിലൊക്കെ നിർമ്മാണം വേഗത്തിലാക്കണം എന്നൊരു അഭിപ്രായം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഇനിയും നിർമ്മാണം പൂർത്തിയാക്കേണ്ട നിരവധി ഘടകങ്ങൾ ഉള്ളത്. മറ്റൊന്ന്, മലപ്പുറത്തെ കൂരിയാട് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്ക കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി പങ്കുവയ്ക്കും. ഈ കൂടിക്കാഴ്ചയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജുവും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിൽ, അതായത് കൂരിയാട് ഒരു ബദൽ മാർഗം ഇനി വരേണ്ടതുണ്ട്. ആ ബദൽ മാർഗം കരാർ കമ്പനി മുന്നോട്ട് വെച്ചത് വയഡക്റ്റ് ആണ്. ഈ വയഡക്റ്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ 6 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് കരാർ കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അറിയിച്ചത്. എന്നാൽ 6 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇപ്പോൾ തകർന്ന റോഡുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തന്നെ ഏതാണ്ട് 3 മാസം വേണം. അതിനുശേഷം പൈലിങ്, പിന്നെ തൂണുകൾ, അതിന് മുകളിലേക്ക് റോഡ്, അത്തരത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിനൊക്കെ കാലതാമസം ഉണ്ടാകും. സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് അടുത്ത മാർച്ച് 31 മുൻപ് ഈ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ്. അതിനാവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാവും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുക. ഇതിന് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. മാത്രമല്ല, വിദഗ്ധ സംഘത്തിന്റെ, അതായത് ടെക്നിക്കൽ ടീം അടക്കമുള്ള വിദഗ്ധ സംഘത്തിന്റെ ഒരു പരിശോധന സംസ്ഥാനത്ത് ഇത്തരത്തിൽ പരാതി ഉയർന്ന എല്ലാ സ്ഥലങ്ങളിലും വേണം എന്നൊരു അഭിപ്രായവും ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വച്ചേക്കും. ശരി, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ചെങ്ങളായിൽ റോഡിൽ വൻ ഗർത്തം. ചെങ്ങളായി ചുഴലി PWD റോഡിലാണ് വൻ ഗർത്തം രൂപപ്പെട്ടത്. ഇന്നലെ വൈകിട്ടാണ് 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ഇതുവഴി ഗതാഗതം നിരോധിച്ചു.
വാർത്തകളിലേക്ക്. ശബരിമല വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. നായാട്ട് സംഘമെന്നാണ് സംശയം. ഇവർ വീടുകളുടെ വാതിൽ തകർത്ത് അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും മോഷ്ടിക്കുന്നു എന്നാണ് പരാതി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കഥകൾ പൂട്ടിച്ചുമ്പോൾ കഥവ് തുറന്ന് അകത്ത് കയറുമ്പോൾ എൻ്റെ അടുക്കള വാതിലെല്ലാം തുറന്ന് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു ജനൽ വെട്ടിപ്പൊട്ടിച്ചിട്ട് അത് തടി ഇതായിരുന്നു, അത് വെട്ടിപ്പൊട്ടിച്ചിട്ട് അകത്തൊരു അലമാരയിൽ തള്ളി നീക്കിയിട്ട് അവിടെ ഇറങ്ങി ടൈപ്പേശിക്കകത്ത് 10,000 രൂപ എടുത്ത് ആ അടുക്കളയ്ക്കകത്തുണ്ട് നമ്മളെ വീട്ടിൽ വീടുന്ന അരി സാധനങ്ങൾ, സർവ്വ സാധനങ്ങളും എടുത്ത് 3 വെട്ടുകത്തി അല്ല വെട്ടി ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേഖല ഒരു 100 മീറ്റർ മേലോട്ട് കയറി വനമാണ്. വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയേക്കുന്നത് നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു. അപ്പോൾ ഇതിൻ്റെ മറുകുഴിക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന് പാത്ത് കിടക്കുന്ന സൗകര്യമുണ്ട്. ഇതും മാവോയിസ്റ്റുകളോ ആണോ അതിൻ്റെ ആദിവാസികളാണോ എനിക്ക് സംശയമുണ്ട്. നമ്മൾ അന്നേരം ചിറ്റാർ പോലീസിൽ അറിയിച്ച് പോലീസുകാർ സന്ധ്യ കഴിഞ്ഞപ്പോൾ വന്നിച്ച് അവർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങൾ ക്യാമറ വെക്കുക, ഗ്രില്ലിടുക, അല്ലെങ്കിൽ ചെയ്തിടുക, പിന്നീട് നാട്ടുകാരെ കൊടുത്തിരിക്കുക, അല്ലാതെ അവരെ കൊണ്ട് പറ്റുകയില്ല. പക്ഷേ ഇത് 1 2 ഒരു 4 പേരേലും ഇല്ലാതെ ഇത്രയും സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഒത്രയും സാധനം വീട്ടിൽ പോകും. വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു സംഘം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ഈ നട്ടാപ്പകൽ നടക്കുന്നെങ്കിൽ ഇനിയും രാത്രി നടക്കത്തില്ലെന്ന് പറയാൻ പറ്റും. മഴ സമയം നമ്മളൊക്കെ തന്നെ താമസിക്കുന്നവരും ഈ ഇത്രയും തൊട്ടടുത്ത് താമസിക്കുന്നിടത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ പിന്നെ ആൾതാമസം ഇല്ലാത്തടത്ത് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ എങ്ങനെ തെരച്ചിൽ ഉദ്ദേശിക്കുന്നു? തെരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും വനം എല്ലാം പരിശോധിക്കാനായിട്ട് നാട്ടുകാർ സഹിതം ഇറങ്ങുമെന്നേ. എല്ലാവരും കൂടി ഈ വനം ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണല്ലോ. ഈ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സംഘത്തെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല കാടുകളിൽ തോക്കുധാരികളായ അജ്ഞാത സംഘം ഉണ്ടെന്നുള്ള ഒരു അറിവാണ് ലഭിച്ചിട്ടുള്ളത്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആദ്യം മാവോയിസ്റ്റുകൾ എന്നാണ് ധരിച്ചിരുന്നത്, പക്ഷേ ഇത് നായാട്ട് സംഘമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും പെരിയാർ ടൈഗർ റിസർവ് എന്ന മേഖല, അതായത് കടുവാ സങ്കേത കേന്ദ്രം കൂടിയാണ് നമ്മുടെ ശബരിമല എന്ന് പറയുന്ന ഈ വനമേഖല. അവിടെ ഇത്തരമൊരു സംഘത്തെ കണ്ടു എന്ന് പറയുന്നത് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. സമീപപ്രദേശങ്ങളായ ആങ്ങമൊഴി, അതുപോലെ തന്നെ സീതത്തോട് തുടങ്ങിയ കൊച്ചുകോയിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം രാത്രി കാലങ്ങളിൽ പകൽ സമയം സംഘം എത്തിയതിനു ശേഷം മോഷണം നടത്തി ഭക്ഷണ സാധനങ്ങളും വീട്ടിലെ ആയുധങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പറയുന്നത് അച്ചൻകോൽ വനമേഖലകളിലൂടെ സഞ്ചരിച്ച മോഷണ സംഘം, കാട്ടിലെ മോഷണ സംഘമാണ്. അവർ കാട് വഴി സഞ്ചരിച്ചാണ് ശബരിമല എത്തിയിട്ടുള്ളതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇത്തരം ഒരു ആശങ്കയുള്ള സ്ഥിതിക്ക് ഫോറസ്റ്റും അത് വനപാലകരും ഒപ്പം പോലീസും സംയുക്തമായി ഒരു പരിശോധന കാടുകൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പകൽ സമയങ്ങളിൽ രാത്രി കാലങ്ങളിലും അജ്ഞാത സംഘം നാട്ടിൽ ഇറങ്ങുന്നു എന്നുള്ളൊരു സൂചന കൂടി പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. നടപടി അത്യാവശ്യമായി വേണ്ടതാണ്. എന്തായാലും ഈ സംഘത്തെ പിടികൂടണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ വനാതിർത്തിയുടെ. ശശിനാരായണൻ, ഇതിപ്പോ എത്ര ദിവസമായി ഈ സംഘത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്? ഈ ആളൊഴിഞ്ഞ വീട്ടിലാണോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണോ ഈ സായുധ സംഘം എത്തുന്നത്? ആളൊഴിഞ്ഞ വീടുകളാണ് രാത്രികാലങ്ങളിൽ. അതുപോലെ തന്നെ പകൽ സമയത്തിലെത്തിയിട്ട് വീട് കുത്തി തുറന്ന് അകത്ത് കയറിയതിനു ശേഷം ഈ ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുക, ഒപ്പം ആയുധങ്ങൾ, വെട്ടുകത്തി, കൊടാരി തുടങ്ങിയ ആയുധങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുള്ളതുള്ള പരാതി കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ വനമേഖലയിൽ ആദിവാസികളുമായി ഉള്ള പരിചയം നടിച്ചോ അല്ലെങ്കിൽ ആദിവാസികളുടെ എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചോ ആയിരിക്കും ഇവർ നിൽക്കുന്നത് എന്നൊരു ആരോപണം കൂടിയുണ്ട്. പക്ഷേ ആദിവാസികളെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ഒരുപക്ഷെ ഇവർ വനമേഖലയിൽ നിൽക്കുന്നത്. ഇവരെ കണ്ട കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അത്തരം ആദിവാസികളെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ഒരുപക്ഷെ ഈ ഉൾവനത്തിൽ ഇവർ തമ്പടിച്ചിട്ടുള്ളത്. ഇത് ശബരിമലയെ സംബന്ധിച്ച്, ശബരിമല കാടുകളെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതുള്ളത്. എന്തായാലും ഇത്തരമൊരു സംഭവം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സംയുക്തമായൊരു പരിശോധന വനപാലകരും ഒപ്പം പോലീസും സംയുക്തമായൊരു പരിശോധന നടത്തണമെന്നാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. തുടർച്ചയായി ഭീഷണി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജനവാസ മേഖലയിൽ സായുധധാരികളായ ആളുകൾ എത്തുന്നു, പകൽ സമയങ്ങളിൽ രാത്രികാലങ്ങളിൽ എത്തുന്നു. എത്തിയതിനു ശേഷം ഈ നാട്ടുകാരെ ഇല്ലാത്ത വീടുകളിൽ നാട്ടുകാർ വീടുകളിൽ ഇല്ലാത്ത സമയത്ത് വീട് കുത്തിത്തുറന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുള്ള ആരോപണമുണ്ട്. എന്തായാലും ഇവർ ആരാണ്? മോഷ്ടാക്കളാണോ അതോ ഇനി മാവോയിസ്റ്റുകളാണോ മറ്റേതെങ്കിലും സംഘടനപ്പെട്ടവരാണോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്നാണ് നാട്ടുകാരും പഞ്ചായത്തും ആവശ്യപ്പെടുന്നത്. അറിയാം. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല വനമേഖലയിലാണ് ആയുധധാരികളായ അജ്ഞാത സംഘം വീടുകളിലെത്തി കുത്തി തുറന്ന് ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും അടക്കം മോഷ്ടിക്കുന്നത്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. കർഷകരെ എന്താ പറഞ്ഞിരുന്നത്? സ്വാമിനാഥൻ കമ്മീഷൻ അനുസൃതമായി കേരളത്തിൽ ഈ വിഷയം പരിഹരിക്കും. സ്വാമിനാഥൻ കമ്മീഷൻ ഇന്ത്യയിലാകെ നടപ്പാക്കണമെങ്കിൽ
കേന്ദ്രം വിചാരിക്കണം. എന്താണ് സ്വാമിനാഥൻ കമ്മീഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ആവശ്യങ്ങൾ? ഒന്ന്, കൃഷി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ 1.5 ഇരട്ടി, അതായത് 1 കിലോ കപ്പ ഉണ്ടാക്കാൻ 50 രൂപയാണ് ചിലവ് വരുന്നെങ്കിൽ അതിൻ്റെ 1.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 50 + 75 125 രൂപ അടിസ്ഥാന വിലയായി നിശ്ചയിക്കുമെന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ ഇവർക്കുള്ള വളവും മറ്റ് സൗകര്യങ്ങളും നൽകണം. ആ സ്വാമിനാഥൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കർഷകർക്ക് അദ്ദേഹം നൽകിയ റെക്കമെൻഡേഷനുകൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയാണ്. കോടിക്കണക്കിന് കർഷകരെയാണ് ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വഞ്ചിച്ചിട്ടുള്ളത്. ഈ കർഷകരോട് കൊടും വഞ്ചന നടത്തിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. റബ്ബർ കർഷകർ 300 രൂപ കേരളത്തിലേക്ക് അതിൻ്റെ വിലയെത്തിക്കാൻ, അല്ലെങ്കിൽ സബ്സിഡി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഫണ്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ റബ്ബർ കർഷകരെ സംരക്ഷിക്കുമെന്ന് കേരളത്തിന് ഉറപ്പ് നൽകിയതാരാ? ഈ മുഖ്യമന്ത്രിയാണ്. ജപ്തി, കേരളത്തിലെ ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീടുകൾ ഉണ്ടാക്കുകയാണ്. വീട് 10 സെൻറ്റും വീടുമുള്ളവനെ ഒരു കാരണവശാലും ഈ കേരളത്തിൽ ഇറക്കി വിടില്ല എന്ന് തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തിയത് ഈ മുഖ്യമന്ത്രിയാണ്. 1 ഏക്കറിലാണ് ഭൂമി വെച്ചിട്ടുള്ളെങ്കിൽ ആ 10 സെൻറ്റും വീടും നിൽക്കുന്ന സ്ഥലം തിരിച്ചു കൊടുത്ത് ആ 90 സെൻറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി. 100 കണക്കിന് ആളുകളാണ് കർഷകർ ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ, സഹകരണ സംഘ ബാങ്കിൻ്റെ, അർബൻ ബാങ്കിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിൻ്റെ അകത്തുമൊക്കെ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയാം നിങ്ങൾക്ക്? എത്ര എണ്ണം? മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ, അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും. വ്യാപാരികൾ എന്തായിരുന്നു വ്യാപാരികൾക്ക് നൽകിയ വാക്ക്? നമുക്കറിയാം, കേരളത്തിൽ ഒരു പ്രൊഡക്ഷനും ഇല്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിലേക്ക് വരുന്നത്. മുഴുവനും വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സുള്ള, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുകയാണ്. കച്ചവടക്കാർ മുഴുവൻ കടക്കണിയിലേക്ക് പോയി. വ്യാപാരികൾ, ചെറുകിടക്കാരും ഇടത്തരക്കാരുമൊക്കെ ഓൺലൈൻ കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുമെന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ കച്ചവട വ്യാപാരി സമൂഹത്തോട് വാക്ക് നൽകി. വല്ല നിയന്ത്രണമുണ്ടോ? അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും ടാക്സുകൾ. ആ വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങാടികളിലൂടെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അടച്ചുപൂട്ടിയ ഷട്ടറുകൾ ആയിരക്കണക്കിനാണ് കേരളത്തിൽ. വാടക കൊടുക്കാൻ കഴിയാതെ ഉള്ള വീട് പണയം വെച്ച് വാടക കൊടുത്ത് ജീവിച്ചവൻ വീടും പോയി, കച്ചവടവും പോയി. കൂലിത്തൊഴിലാളിയായി നടക്കുന്ന, മാന്യമായി ജീവിച്ചിരുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായ വ്യാപാരികൾ കേരളത്തിലൂടെ തെണ്ടാണ്. ആ സമൂഹത്തോട് നടത്തിയ വഞ്ചനയ്ക്ക് വല്ല കണക്കുണ്ടോ? വഞ്ചനയ്ക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരല്ലേ? അവിടെയാണ് PV അൻവർ വഞ്ചകൻ എന്ന് പറയുന്നത്. പ്രവാസികൾ നിത്താക്കാത്ത പ്രശ്നമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും അവിടെ നിൽക്കേണ്ട, പെട്ടെന്ന് വരൂ, കടന്നു വരൂ, കേരളം അമേരിക്കയായിരിക്കുന്നു, കാനഡയായിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമായ പണം ഞങ്ങൾ നൽകാം, നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാം, ഫ്രീ ആയിട്ട് ലോൺ നൽകാം, ഇൻട്രസ്റ്റ് തരണ്ട. എന്താ പ്രവാസികളുടെ സ്ഥിതി? തിരിഞ്ഞു നോക്കാനുണ്ടോ? വലിയ സംഭവങ്ങൾ നടത്തി. ലോക കേരള സഭ കേട്ടാ ഞെട്ടും. ലോകത്തിൽ ഒരുപാട് മുതലാളിമാരെ വിരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു സമ്മേളനം നടത്തി. എന്താണ് ഔട്ട്പുട്ട്? 100 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചോ? ഈ കേരളത്തെ കേരളമാക്കിയത് ഈ പാവപ്പെട്ട പ്രവാസികളാണ്. അവരുടെ കഠിനാധ്വാനമാണ് ഈ കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകലമാന വികസനവും.
ആ പ്രവാസികളോട് ഇത്രമാത്രം കൊടുവഞ്ചന നടത്തിയ ഈ മുഖ്യമന്ത്രി വഞ്ചകൻ എന്നല്ലാതെ അദ്ദേഹത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് PV അൻവർ. മടങ്ങിയ നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. പോരാട്ടം മുറുകുന്നു. ഇന്നലകളിൽ അൻവറിനൊപ്പം നിന്നവർ എല്ലാം ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ UDF-നൊപ്പമാകുമെന്ന് VT ബൽറാം. VV പ്രകാശിനെ സംഘപരിവാർ ആക്കിക്കൊണ്ടുള്ള പ്രചാരണം വരെ നടത്തിയിട്ടും LDF-ഉം അൻവറും കഴിഞ്ഞ തവണ കേവലം 2700 വോട്ടിനാണ് വിജയിച്ചത്. ഇത്തവണ അതുണ്ടാകില്ല. ഇത്തവണത്തെ മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ മാത്രമാണ്. M സ്വരാജ് പിണറായി സർക്കാരിന്റെ പ്രതിപുരുഷനാണെന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടമാണ് UDF നിലമ്പൂരിൽ നടത്തുന്നതെന്നും VT ബൽറാം ന്യൂസ് 18നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി കോൺഗ്രസ് കൈമൈമരുന്ന് പോരാടുകയാണ്. ശ്രീ VT ബൽറാമാണ് നമ്മുടെ ഉള്ളത്. എങ്ങനെയുണ്ട് കളത്തിലെ പോര്? വളരെ ആവേശത്തിലേക്ക് മാറിയല്ലോ. കാരണം ഇന്നലത്തെ UDF-ന്റെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ടും അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ആവേശം കൊണ്ടുമൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു കൺവെൻഷനാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലല്ല, അതിന് മുൻപോടിയായിട്ട് തന്നെ ഞങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ 263 ബൂത്തുകളിലും ഒന്നാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യത്തെ അഭ്യർത്ഥനയുമായി UDF പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഒരു വീട് പോലും ഒഴിവില്ലാതെ മുഴുവൻ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ റിവ്യൂ മീറ്റിംഗ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വളരെ അടുക്കും ചുറ്റോട് കൂടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ സാധിക്കും. അൻവറാണ് ഇതിന്റെ കാരണഭൂതനായുള്ള ആൾ തെരഞ്ഞെടുപ്പിന്. പക്ഷെ അൻവർ ഇപ്പോൾ UDF-നൊപ്പമല്ല. സ്വാഭാവികമായിട്ട് അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ? ഇല്ല, അത് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൻവർ എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ ഇനി മുതൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇറലവൻറ്റ് ഫാക്ടറാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ചാണ് ജനങ്ങളോട് സംസാരിക്കാനുള്ളത്. കാരണം അത്രത്തോളം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഓരോ വിഭാഗം ജനങ്ങളും പരാതിക്കാരാണ്. ഇപ്പോൾ മലയോര മേഖലയിലുള്ള കർഷകരാണെങ്കിൽ അവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് നോക്കുകുത്തിയാവുകയാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായം ലഭിക്കുന്നില്ല. ആ നിലയിൽ മരണങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ പോലും സർക്കാരിൻ്റെ സഹായഹസ്തം എത്തുന്നില്ല. ആ പരാതിയുണ്ട്. അതോടൊപ്പം ചെറുപ്പക്കാരുടെ പരാതിയുണ്ട്, PSC നിയമനങ്ങൾ നടക്കാത്തതിൻ്റെ പരാതിയുണ്ട്, ആശാവർക്കർമാരുടെ പരാതിയുണ്ട്, ക്ഷേമനിധി പെൻഷനുകൾ പലതും 1.5 വർഷം മുടങ്ങുന്ന അനുഭവമുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം മുഴുവൻ ജനവിഭാഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവിടുത്തെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ, ഇവിടുത്തെ KSRTC ബസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ആശുപത്രിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ 9 വർഷം മുമ്പ് UDF-ന്റെ ഒരു ജനപ്രതിനിധി ഇവിടെ നിന്ന് അരങ്ങൊഴിയുന്ന അവസ്ഥയിൽ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. വികസന മുരടിപ്പ് എന്ന പ്രചാരണം UDF മുന്നോട്ട് വയ്ക്കുമ്പോൾ സർക്കാരിന്റെ വികസന നിലപാടുകൾക്ക് ഉള്ള അംഗീകാരം നിലമ്പൂരിൽ ലഭിക്കുമെന്ന് CK ശശീന്ദ്രൻ. മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പോരാട്ടം. വികസനവും വികസനത്തെ തടയുന്നവരും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ചർച്ചയാവുകയെന്നും മറ്റൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും CK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. M സ്വരാജിന്റെ വിജയത്തിന് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷം. ഓരോ മേഖലയുടെയും ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം CK ശശീന്ദ്രൻ ചേരുന്നുണ്ട്. അദ്ദേഹം പോത്തുകല്ല് വെള്ളിമറ്റം ഭാഗത്താണ്. ഈ ഒരു ക്ലസ്റ്ററിന്റെ ചുമതലയാണ് അങ്ങേക്ക് അല്ലേ? അതെ, പനങ്കയം. എന്താണ് ഈ തുടക്കത്തിലുള്ളൊരു വിലയിരുത്തൽ? LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ ആവേശത്തോടെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നാടാകെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പൊതു സ്വീകാര്യത നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിലമ്പൂർ മണ്ഡലത്തിലും അതിൻ്റെ ഭാഗമായിട്ട് വലിയ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. ഈ പോത്തുകല്ല് പഞ്ചായത്തുകാരനും കൂടിയാണ് സ്ഥാനാർത്ഥി, ഈ പ്രദേശത്തുകാരനാണ്. ആർക്കും പരിചയപ്പെടുത്തേണ്ട വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു അനുകൂല ഘടകമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു ഉപതെരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്തുണയും തുടർ വികസനത്തിനും വേണ്ടി
ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സാധാരണ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. ദുഷ്കോണ മത്സരമാണ്. PV അൻവർ കൂടി വന്നതോടെ എങ്ങനെയാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കുക, സ്വാധീനമുണ്ടാക്കുക? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ്. സ്വാഭാവികമായിട്ടും UDFിൻ്റെ തെറ്റായ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടുക. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടേണ്ടുന്ന ന്യായമായ സാമ്പത്തിക സഹായം മറ്റു കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ UDF BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. ഈ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. അതുകൊണ്ട് UDFും LDFും തമ്മിൽ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വലിയ പ്രതിധ്വനി ഉണ്ടാകും. അത് രാഷ്ട്രീയത്തെ അതീതമായി ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളമാകെ. അതാണ് ചർച്ച ചെയ്യപ്പെടുക. മറ്റു കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ വലിയ ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങളല്ല. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു സ്വാധീനം ഉണ്ടാക്കില്ലേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്? അദ്ദേഹം ജയിച്ചതും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണല്ലോ. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവും. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്വരാജ് ഈ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ജനങ്ങളത് നെഞ്ചേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രജിത് കോങ്ങാടൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷനെ ചൊല്ലി UDF LDF പോര് മുറുകുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനെ പിണറായി സർക്കാർ കൈക്കൂലിയാക്കി മാറ്റുകയാണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. KC വേണുഗോപാലിന്റെ പെൻഷൻ കൈക്കൂലി പരാമർശം അപലപനീയമെന്നും തിരുത്തണമെന്നും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷം ജനങ്ങളെയാണ് KC കൈക്കൂലിക്കാരാക്കിയത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണെന്നും സ്വരാജ് പറഞ്ഞു. തീർത്തും നിരുത്തരവാദപരമായൊരു പ്രസ്താവനയാണ്. അത് തിരുത്തേണ്ടതാണ്. കാരണം ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുന്നത്. അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഏതെങ്കിലും ഒരു നാട്ടിലൊരു ദരിദ്രനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ ഭരണ സംവിധാനം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല, ആ സമൂഹം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ്. നാടിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ 60 ലക്ഷത്തിലധികം പേർ കേരളത്തിൽ പെൻഷൻ വാങ്ങും. ഈ 60 ലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൈക്കൂലിക്കാരാക്കുന്ന പ്രസ്താവന എത്ര നിരുത്തരവാദപരമാണ്, എത്ര മനസ്സംഘർഷം ഈ ആളുകളുടെ മനസ്സിലുണ്ടാക്കും. അതുകൊണ്ട് അത് പിൻവലിക്കണം. അത് ആരുടെയും ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ക്ഷേമ പെൻഷൻ ഒരു 2500 വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് ഇപ്പോൾ തടസ്സം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധമാണ്. ആരധികാരത്തിൽ വന്നാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ നടപടികൾ നിർത്തിവെക്കാൻ പാടില്ല, അത് ശക്തിപ്പെടുത്തണം. അതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട് അംഗീകരിക്കാത്ത ഉത്തരവാദിത്വരഹിതമായ ഒരു പ്രസ്താവനയായിപ്പോയി. അത് തിരുത്തണം. ഞാനിപ്പോഴും വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, അതാരെങ്കിലും വ്യാഖ്യാനിച്ചതാവും, അത് അദ്ദേഹം വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിനെ അതിശക്തമായി എതിർത്ത് 2 വിഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അന്നത്തെ BJP ആയ ജനസംഘം, 2 കോൺഗ്രസ് വഴിക്കടവിൽ നിന്ന് വന്നൊരു ജാഥ നടത്തി, മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ആ കുറ്റബോധം വേട്ടയാടുന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ വിവാദം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഞങ്ങൾ മലപ്പുറം ജില്ല രൂപീകരിച്ചവരാണ്, കോൺഗ്രസ് ആവട്ടെ അതിനെ എതിർത്തവരുമാണ്. ആ ചരിത്രത്തെ നോക്കി ഇത്തരത്തിൽ അവർ പരിഹാസ്യരാവരുത് എന്ന് അപേക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. KC വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി ആരോപിച്ചു. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. അതേസമയം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ KC വേണുഗോപാൽ MP അപമാനിച്ചു എന്നാരോപിച്ച് LDF പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. PK സൈനബ, E ജയൻസ്, കറിയ പിലാത്തോപ്പിൽ, ശ്രീധരൻ BC എന്നിവർ സംസാരിച്ചു. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്,
ഈ ക്ഷേമ പെൻഷൻ അതൊരു കൈക്കൂലി ആരോപണമാക്കി മാറ്റിക്കൊണ്ട് പ്രചാരണ ആയുധമാക്കാൻ UDF ശ്രമിച്ചപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെ അവഹേളിക്കുകയാണ് കോൺഗ്രസ് എന്ന് തിരിച്ചടിച്ചുകൊണ്ട് LDF ഈ പ്രചാരണ ഘട്ടത്തിൽ ഈ വിഷയത്തെ തന്നെ വലിയൊരു ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ 1-2 ദിവസമായി, അതായത് ഇന്നലെയും ഇന്നുമൊക്കെ ഏറ്റവും ഉയർന്നു കേട്ട 2 പ്രചാരണ വിഷയങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. നേരത്തെ അദ്ദേഹം പറഞ്ഞതെന്ന പേരിൽ വന്ന ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. അതായത് മലപ്പുറത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു, അതിനു പിന്നിൽ പ്രത്യേക ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങളിലും മറ്റ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലുമൊക്കെ ആവർത്തിക്കുന്നത്. പക്ഷേ അത് എം സ്വരാജ് തന്നെ മറുപടി നൽകിയത് നമ്മൾ കേട്ടു. ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ എതിർത്തവരാണ്, വഴിക്കടവിൽ നിന്നും ജാഥ നയിച്ചവരാണ് കോൺഗ്രസ്. അതിൻ്റെ കുറ്റബോധത്തിൽ നിന്നാവാം ഇത്തരമൊരു ആരോപണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നാണ് ഈ KC വേണുഗോപാലിൻ്റെ പരാമർശം. എന്തായാലും KC വേണുഗോപാലിൻ്റെ പരാമർശം CPM നേതാക്കൾ പ്രത്യേകിച്ചും LDF ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറ്റവും പ്രധാന പ്രചാരണ ആയുധമായി CPM ഉപയോഗിച്ചതാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങളോളം മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ അതിൻ്റെ ഇരട്ടിയിലധികമാക്കി വർദ്ധിപ്പിച്ച് തങ്ങൾ വിതരണം ചെയ്തു. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപൂർവം ചില സമയങ്ങളിലാണ് സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം അത് കൃത്യമായി കൊടുക്കാൻ കഴിയാതെ വന്നത്. അത് 2000-ലേക്കും അല്ലെങ്കിൽ 2500-ലേക്കും ഒക്കെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് എം സ്വരാജ് തന്നെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ ഒരു വലിയ ആയുധമാണ്. ഈ മണ്ഡലത്തിലെ അടക്കം പ്രായമായ ആളുകൾ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെയൊക്കെ ഏറ്റവും പ്രധാന ഒരു ജീവനോപാധി എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് വൈകാരികമായൊരു വിഷയം, ആ വിഷയത്തിൽ തന്നെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒപ്പം ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് കേരളത്തിലെ KC വേണുഗോപാൽ. ദേശീയ തലത്തിൽ 2ാം സ്ഥാനത്തുള്ള നേതാവാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതാക്കൾ കടന്നാക്രമിക്കുമ്പോൾ അതേ തിരിച്ചടി ഈ മറുഭാഗത്തേക്കും നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലാണ് കൂടുതൽ നേതാക്കളൊക്കെ CPM-ൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുക. എന്തായാലും ആ ദിവസങ്ങളിൽ ഏറ്റവും ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു വിഷയവും പ്രവർത്തകർ ഈ പ്രചാരണങ്ങളിൽ ഏറ്റവും അധികം ഊന്നുന്ന ഒരു വിഷയവും ഈ പെൻഷനായി തന്നെ മാറുകയും ചെയ്യും. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്ഷേമ പെൻഷൻ വിഷയം വിവാദം തന്നെ നിലമ്പൂരിൽ ഈ ദിവസവും കത്തും എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി പുറത്തേക്ക്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. അണിയറയിൽ കോൺഗ്രസും BJP-യും തമ്മിൽ രഹസ്യ സഖ്യമെന്ന് AAP-യുടെ മാധ്യമ വിഭാഗം ചുമതലയുള്ള അനുരാഗ് ധണ്ടയുടെ വിമർശനം. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, എന്താണ് AAP ലക്ഷ്യം വെക്കുന്നത്? ആര്യ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ AAP-യും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ശക്തമാണ്. ഏറ്റവും ഒടുവിൽ അത് മറനീക്കി പുറത്തുവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയതായി ചർച്ച ചെയ്യപ്പെടുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന് 15 പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഈ 15 പ്രതിപക്ഷ പാർട്ടികളും ഒറ്റ നിവേദനമായാണ് ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത്. എന്നാൽ AAP ഇക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു നിലപാടെടുത്തു. AAP അവരുടെ സ്വന്തം ലെറ്റർ ഹെഡിൽ നേരിട്ട് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായി ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഒരു പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, AAP-യുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള അനുരാഗ് ധണ്ടയുടെ എക്സിൽ ഉള്ള അദ്ദേഹത്തിന്റെ ട്വീറ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസും BJP-യും തമ്മിൽ ഇപ്പോൾ അവിശുദ്ധ സഖ്യമാണ്. അണിയറയിൽ ഇരുവരും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലൊരു വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മോദിക്ക് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഒക്കെയും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകാതെ മോദിയും സഹായിക്കുന്നു. ഇത്തരത്തിൽ കടുത്ത ഭാഷയിലാണ് AAP-യുടെ ദേശീയ നേതാവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2024-ൽ മാത്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ഉണ്ടാക്കിയ ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഈ ട്വീറ്റിൽ വ്യക്തമാക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി AAP-യുടെ ഒരു ദേശീയ നേതാവിൻ്റെ ഈ പ്രതികരണം നിർണായകമാവുകയാണ്. മാത്രമല്ല, നേരത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ AAP-യും കോൺഗ്രസും വ്യത്യസ്തമായി മത്സരിച്ചിരുന്നു. ഇന്ത്യ സഖ്യം 2024-ൽ ആ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റ് എന്ന നേട്ടത്തിലേക്ക് വന്നപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ AAP-യുടെയും കോൺഗ്രസിൻ്റെയും സഖ്യം നിർണായകമായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഉരസലിലേക്ക് എത്തുന്നതും. എന്തായാലും ഈ 2 സംഭവങ്ങൾ, ഒന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അത് വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് AAP പ്രത്യേകമായി അയക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആ കത്ത് അയക്കുന്നില്ല. മറ്റൊന്ന്, AAP-യുടെ ദേശീയ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള
അനുരാഗ് ദന്തയുടെ ഈ എക്സിലെ ട്വീറ്റും ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. AAP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. യെസ്, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. BJP കോൺഗ്രസ് രഹസ്യബന്ധമെന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് AAP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പുതിയ വാർത്തകളും വിശകലനങ്ങളും കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.